ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി മുഖ്യപ്രതി നൌഷാദ്. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പ്രതികരണം വിദേശത്തു നിന്നും ഫേസ്ബുക്ക് വീഡിയോ വഴി. ആത്മഹത്യ ചെയ്തതിനാൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. നാട്ടിലെത്തിയാൽ പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നും നൌഷാദിന്റെ വീഡിയോ സന്ദേശം. 2 മാസത്തെ വിസിറ്റിങ്ങിന് ജോലിക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ഇങ്ങോട്ട് വരുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഞാൻ പോലീസിൽ അറിയിച്ചതാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ സറണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. ഗാസയിൽ വെടിനിർത്തൽ എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചെന്നും ട്രംപ് വെടിനിർത്തൽ സമയത്ത് എല്ലാവരുമായും സംസാരിക്കും. കരാർ ഹമാസ് അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ വീണ്ടും ഹൈക്കോടതിയിൽ. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും. സിനിമാ വിവാദത്തിൽ സെൻസർ ബോർഡ് നിലപാട് വ്യക്തമാക്കും. ജാനകി എന്ന പേര് മാറ്റാൻ ആവശ്യപ്പെട്ടതിന്റെ കാരണം തേടി ഹൈക്കോടതി. BJP സംസ്ഥാന ഭാരവാഹി പട്ടിക ഉടൻ. പുതിയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ നിയമിക്കാൻ നീക്കം. പുതിയ സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കങ്ങളിൽ വിയോജിപ്പുമായി BJPയിലെ ഒരു വിഭാഗം. PS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ. മെഡിക്കൽ ബോർഡ് യോഗം 11 മണിക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 8 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കം. 5 രാജ്യങ്ങൾ സന്ദർശിക്കും. ബ്രിക്സ് ഉച്ചകോടിയിലും പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടേത് 10 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ പര്യടനം. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ 2ാം മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. ആദ്യ മത്സരം പരാജയപ്പെട്ട ഇന്ത്യ ജയം തേടിയിറങ്ങും. ജസ്പ്രീത് ബുംറ ടീമിലുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമായില്ല. പ്ലേയിംഗ് 11-ൽ മാറ്റമില്ലാതെ ഇംഗ്ലണ്ട്.